ഞാൻ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഏജ്ഡ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ടോ? ഇല്ല, ആക്ച്വലി അതൊരു മിത്താണ്. അങ്ങനെ പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളെപ്പോഴും പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഡോക്ടറിന്റെ ഗൈഡൻസിൽ തന്നെ ചെയ്യാൻ നോക്കണം. എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഈ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ഫേസ് യുണീക്ക് ആണ്. ഇപ്പോൾ ഒരാൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ മറ്റൊരാൾക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. സോ നമ്മൾ എപ്പോഴും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ ഏജ്, ലൈഫ് സ്റ്റൈൽ ഒക്കെ മനസ്സിലാക്കി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഓവർ കറക്ഷൻ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്കിൻ ഏജ്ഡ് ആയിട്ടൊക്കെ ഉള്ളൊരു ഫീല് തോന്നുന്നത്. ലൈക്ക് ഇപ്പം ഫില്ലേഴ്സ് ചെയ്യുവാണെങ്കിൽ ഓവർ ഫില്ലിങ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളുടെ ഫേസ് കുറച്ചും കൂടെ ഹെവി ആയിട്ട് തോന്നുന്ന പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതും കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ നാച്ചുറൽ എക്സ്പ്രഷൻസിന് തന്നെ ചില ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ബാരിയറിന് തന്നെ ഡാമേജ് ഉണ്ടാക്കും. സോ പേഷ്യൻ്റ് സെലക്ഷനും അതുപോലെ ചെയ്യുന്ന പ്രൊസീജിയർ സെലക്ട് ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഈ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്. സോ ഗെറ്റ് ദി റൈറ്റ് ട്രീറ്റ്മെന്റ് ഫോർ ദി റൈറ്റ് പേഷ്യന്റ് അറ്റ് ദി റൈറ്റ് ടൈം ബൈ ദി റൈറ്റ് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ്.